മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു പേരന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ? ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് എന്നതുപോലെ തന്നെ ഓരോ പേരന്റും വ്യത്യസ്തമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തനിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഒരു ഹാപ്പി പേരൻ്റ് ആണോ അതോ ഞാൻ നല്ലൊരു പേരൻ്റ് ആണോ എന്ന ചിന്ത നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു പേരന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലേ? മോം ഗിൽറ്റ് ഈസ് റിയൽ. നിങ്ങൾ തന്നെ മനസ്സിലുണ്ടാക്കിയെടുത്തതോ ചുറ്റുമുള്ളവർ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചതോ സോഷ്യൽ മീഡിയയിൽ കണ്ടതോ ഒക്കെയായ ഒരു പെർഫെക്റ്റ് പേരൻ്റ് എന്ന കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുകയും അതിലേക്ക് തനിക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയോ കുറ്റബോധമോ അലട്ടുന്നതുമാണ് മോം ഗിൽറ്റ്. സോഷ്യൽ മീഡിയയിലെ സൂപ്പർ മോംസിനെ അൺഫോളോ ചെയ്ത് താൻ തന്നെയാണ് തൻ്റെ കുട്ടിയുടെ സൂപ്പർ മോം എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു പരിധിവരെ മോം ഗിൽറ്റ് ഇല്ലാതെ നോക്കാം. ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് എന്നതുപോലെ തന്നെ ഓരോ പേരൻറ്റും വ്യത്യസ്തമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. നല്ല കാര്യങ്ങളിൽ ഇൻസ്പയർഡ് ആവാം, പക്ഷേ മറ്റാരുടെയും പോലെ അല്ലാതെ തന്നെ, മറ്റാരെയും സന്തോഷിപ്പിക്കാനല്ലാതെ തന്നെ നിങ്ങൾക്കാവുന്ന നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആവാൻ നോക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തനിക്ക് മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്ന് തിരിച്ചറിയുക. ഒരു കൺഫ്യൂസ്ഡ് പേരൻ്റ് വളർത്തുന്ന കുട്ടിയും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു ഹാപ്പി പേരൻറ്റിന് മാത്രമേ ഒരു ഹാപ്പി ഹ്യൂമനെ വളർത്തിയെടുക്കാൻ പറ്റൂ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്പ്രെഡ് ദ ഹാപ്പിനെസ്.